ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വരാൻ പോകുന്ന ഒരു 9 ഫീച്ചറിനെ കുറിച്ചിട്ടാണ്. യൂട്യൂബിൽ ഇത്തരത്തിൽ ഫീച്ചർ കൊണ്ടുവരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. യൂട്യൂബിൽ ഒരുപാട് ഓഡിയൻസിന് എൻഗേജഡ് ആകുമ്പോൾ, ഓഡിയൻസ് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെയാണ് യൂട്യൂബിൽ കൂടുതൽ ആളുകൾക്ക് വ്യൂസും അതിലൂടെ റവന്യൂ സമ്പാദിക്കാൻ പറ്റുക. ഒരുപാട് പ്ലാറ്റ്ഫോമിൽ അവരുടേതായിട്ടുള്ള ഫീച്ചർ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലും ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് തീർച്ചയായിട്ടും ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ക്രിയേറ്റേഴ്സിന് ലോങ് വീഡിയോ ഇടുന്നതായിക്കോട്ടെ, ഷോർട്സ് വീഡിയോ ആയിക്കോട്ടെ, ഇപ്പോൾ എല്ലാത്തിലും വ്യൂസ് വളരെയധികം കുറവാണ്. പക്ഷേ അതിനെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി, ആ വ്യൂസ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഫീച്ചറൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വ്യൂസ് ഇങ്ങനെ കുറയുന്നു, വ്യൂസ് കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്നവർക്ക് ഈ ഒരു ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് കൂടുതൽ അവരുടെ വീഡിയോ അട്രാക്റ്റീവ് ആക്കാനും കൂടുതൽ മികച്ചതാക്കാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ഫീച്ചർ എന്നുള്ളത് ഞാൻ വീഡിയോ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നുണ്ട്. നോ ന്യൂ ഫീച്ചേഴ്സ് വി അനൗൺസ്ഡ് അറ്റ് മെയ്ഡ് ഓൺ യൂട്യൂബ് 2024 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് 9 കാര്യങ്ങളുണ്ട് കേട്ടോ. വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്, എല്ലാം അറിഞ്ഞു വയ്ക്കുക. ഇനി ഇത് വരുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ AI ടൂളിൻ്റെ സഹായത്തോടു കൂടി കൂടുതൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ AI ടൂളിൻ്റെ തന്നെ വോയിസും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വോയിസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ AI തന്നെ നമുക്കിതിൽ പറഞ്ഞു തരും. അതാണ് ഈ ഒരു വോയിസിൻ്റെ ചിഹ്നം ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് VEO, അതായത് VEO ഈസ് കമ്മിങ് ടു ഡ്രീം സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VEO എന്നുള്ള ടൂൾസാണ് ഇനി വരുന്നത്. ആ ടൂൾസിൻ്റെ സഹായത്തോടു കൂടി ഡ്രീം സ്ക്രീനുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോസ് മേക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നുള്ള ഇവിടെ പിക്ചർ അടക്കം കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ പിക്ചർ കണ്ടോ. ഇത് വരുന്നത് ഈ ഒരു ക്രിയേറ്റ് എ വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രീം ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് വരികയും അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഈ ഡ്രീം സ്ക്രീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ടൂൾ ഇത്തരത്തിൽ കിട്ടുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തു ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഒട്ടനവധി തരുന്നുണ്ട്. അതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ലൊരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഇവിടെ ഇൻസ്പിറേഷൻ, അതായത് ഇവിടെ ഇൻസ്പിറേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻസ്പിറേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ നമുക്ക് ഇവിടെയും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നിങ്ങൾ ഏത് തരം കണ്ടൻറ്റാണോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആർട്ടിനെ കുറിച്ചിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഏത് തരം കണ്ടൻറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള എല്ലാ കണ്ടൻറ്റും എത്തരത്തിലുള്ളതാണ് എന്നുള്ള ആ ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ തമ്പനെയിൽ ഏത് ചൂസ് ചെയ്യണം അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും. ഏതെങ്കിലും കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് എത്തരത്തിലുള്ള കണ്ടൻറ്റാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് തമ്പനെയിലൊക്കെ വന്നിരിക്കുന്നത്. തമ്പനെയിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തമ്പനെയിൽ കാണിച്ചു തരും. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷനാണ് കമ്മ്യൂണിറ്റീസ്. ഈ കമ്മ്യൂണിറ്റി ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മൾ ഇടുമ്പോൾ ഹോം പേജിലൊക്കെ പോയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി സബ്സ്ക്രൈബ്സ് അതുപോലെ ലൈക്ക് ഇതെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒരുപാട് കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെയും വരും, ഹോം പേജിലൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നല്ലൊരു ഫീച്ചറാണ്. അതിനെ കൂടുതൽ അപ്പാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ കമ്മ്യൂണിറ്റി ഹബ്ബാണ്. ഈ കമ്മ്യൂണിറ്റി ഹബ്ബ് AI ടൂളിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ഓരോ കമൻറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ AI തന്നെ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് അവിടെ കമൻറ്റിന് റിപ്ലൈ വരുന്നതായിരിക്കും. നമ്മളത് ചൂസ് ചെയ്തിട്ട് നമുക്കത് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റും. കമൻറ്റുകൾക്ക് നമ്മുടെ ഫാമിലി ഒരുപാട് കമൻറ്റ് അയക്കും. അതിനുള്ള റിപ്ലൈ നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കുന്നതിനെക്കാട്ടി ബെറ്ററായിട്ട് AI ടൂളിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. ആ ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ട് നമുക്ക് ആ ഒരു AI തന്നിട്ടുള്ള കമൻറ്റ് നമുക്ക് റിപ്ലൈ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പെട്ടെന്ന് കമൻറ്റിന് ആൻസർ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി അഞ്ചാമത്തെ ഓഡിയോ ഡബ്ബിങ്. ഇത് നല്ലൊരു ഫീച്ചറാണ്. അതായത് നമ്മൾ മലയാളത്തിൽ എടുക്കുന്നു, പക്ഷേ നമ്മുടെ വോയിസ് ഡബ് ചെയ്ത് ഇംഗ്ലീഷിൽ മറ്റുള്ളവർക്ക് കൊടുക്കണം, മറ്റുള്ള ആളുകൾക്കൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഡിയോ ഡബ്ബിങ് എന്നുള്ള ഫീച്ചർ വരിക വഴി നമുക്കിവിടെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലാംഗ്വേജ് എന്നുള്ളവിടെ തന്നെ ഈ ഒരു ഓഡിയോ ഡബ്ബിങ് ചെയ്യാൻ പറ്റും. അതായത് ഓട്ടോമാറ്റിക് AI ടൂളിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഓഡിയോ ഡബ്ബിങ് വരുന്നതായിരിക്കും. അപ്പം അനദർ ലാംഗ്വേജിലുള്ളവർക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നമ്മുടെ വോയിസ് അനദർ ലാംഗ്വേജിലോട്ട് ഡബ്ബിംഗ് ആയിട്ട് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതും നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഓക്കെ, കൂടുതൽ വ്യൂസ് കിട്ടാൻ സഹായകമാവും. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പിന്നെ ഹൈപ്പ് പറഞ്ഞാൽ ഇതൊരു പുതിയ ഫീച്ചർ തരുന്നതാണ്. നമ്മുടെ വീഡിയോ അതായത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ എത്ര ഹൈപ്പ് ഉണ്ട് നമ്മുടെ വീഡിയോയ്ക്ക്, ഒരുപാട് ഓഡിയൻസ് പുതുതായിട്ട് വരുന്നവരൊക്കെ കാണുമ്പോൾ ഹൈപ്പ് എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും.
കൂടുതൽ എത്തരത്തിൽ ഹൈപ്പ് കിട്ടുന്നു, ഒരാഴ്ച കൊണ്ട് എത്ര നമ്മുടെ വീഡിയോയ്ക്ക് ഹൈപ്പ് കിട്ടുന്നു എന്നുള്ള രീതിക്കാണ്, കൂടുതൽ ആളുകൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ടാണ് ഇത് വരുന്നത്. ഈ ടൂൾ ഇനി വരും ദിവസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കമൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ, കമൻറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നല്ലൊരു, നമ്മുടെ വീഡിയോ കൂടുതൽ ന്യൂ ആയിട്ടുള്ള പുതിയ പുതിയ ഓഡിയൻസ് വരിക, അവരുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ കൂടുതൽ കൊണ്ടുപോകുക എന്നുള്ളതെല്ലാം ഈ ഹൈപ്പിനെ പ്രതിനിധീകരിച്ചുണ്ടാകും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ യൂട്യൂബ് ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് എന്നുള്ള ടൂൾസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അതായത് ഷോപ്പിംഗ് വിപുലീകരിക്കാൻ വേണ്ടി അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള ബിസിനസ് സാധനങ്ങൾ വിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇത്തരത്തിൽ യൂട്യൂബ് ഷോപ്പിംഗ് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിൽ തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട് കണ്ടോ, ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പലവരുടെ വീഡിയോ കാണുമ്പോൾ താഴെയൊക്കെ വരും മർച്ചൻഡീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. മർച്ചൻഡീസ് അത് അവരുടെ കപ്പായിരിക്കാം, ബനിയൻ ടീഷർട്ടായിരിക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ ഒരു ടൂൾ ഉപയോഗിച്ച് ഒരുപാട് വരുമാനം നേടുന്ന യൂട്യൂബേഴ്സും ഉണ്ട്. പിന്നെ എട്ടാമത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലൈവ് വീഡിയോ ഒക്കെ ചെയ്യില്ല, അതിൽ ഒരുപാട് ഗിഫ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ടോ. ഇത്തരത്തിലുള്ള ഫീച്ചർ വരികയാണ്. ടിക്ടോക്കിൻ്റെ മുമ്പുണ്ടായിരുന്നു ഇത്തരത്തിൽ എന്തെങ്കിലും കോയിൻ കിട്ടുന്ന രീതിയിൽ കുറേ ലവൊക്കെ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അയക്കുക, അതാണ് ഇവിടെ വരുന്നത്. ഇത് ഓരോന്നിലും പർച്ചേസിങ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ആ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ക്രിയേറ്ററിന് അത്രയും രൂപ അവർക്ക് ആഡ്സെൻസിലൂടെ കിട്ടും. അതാണ് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പൈസ നമുക്ക് ആഡ്സെൻസിൽ തന്നെ വരുള്ളൂ. സൂപ്പർ ചാറ്റ്, സൂപ്പർ താങ്ക്സ് ഒക്കെ ആ ഒരു ഗിഫ്റ്റിൻ്റെ മാതൃക തന്നെയാണ്. അത് കൂടുതൽ വിപുലീകരിച്ച് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ ലൈവ് ഇഷ്ടപ്പെട്ട് ആ ഒരു ലൈവ് ചെയ്യുന്നത് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടാൽ ആ ലൈവിലൂടെ തന്നെ ഇത്തരത്തിൽ ഗിഫ്റ്റുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. പലതിലും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും പല പ്ലാറ്റ്ഫോം അങ്ങനെയുണ്ട്. നിങ്ങൾ അതിൽ ചെയ്യുമോ, ഹാർട്ട് തരൂ, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യൂ, സ്ക്രീനിൽ ഇതിൻ്റെ പോലെ എന്താ ഒരുപാട് കാര്യങ്ങൾ കോയിൻ തരൂ എന്നൊക്കെ പറയാറുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ കൂടുതൽ വിപുലീകരിക്കാൻ ലൈവിലും ഇത്തരത്തിൽ എൻഗേജഡ് ആക്കാൻ, ഓഡിയൻസിനെ എൻഗേജഡ് ആക്കാനും പറ്റും. അതിലൂടെ ഒരു വരുമാനവും കിട്ടും ലൈവിലൂടെ. ഓക്കെ, ഇതാണ്. പിന്നെ ഇവിടെ 9ാമത്തെ വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട് ഓൺ ദ ബിഗ് സ്ക്രീൻ. അതായത് TV പോലെ വലിയ സ്ക്രീനിൽ നമ്മുടെ യൂട്യൂബൊക്കെ കാണാൻ പറ്റും. അതിലൂടെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സുകൾ അതിൽ കാണിക്കും, TV-യിൽ കാണിക്കും. നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വിപുലീകരിക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ AI ടൂളിൻ്റെ സഹായത്തോടുകൂടി ഒരുപാട് കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ഒരുപാട് യൂട്യൂബ് തന്നെയാണ് ഇത്തരത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സെക്ഷൻ 1, സെക്ഷൻ 2 ഇങ്ങനെയൊക്കെ ഓരോരോ സെക്ഷനായിട്ടൊക്കെ ബിഗ് സ്ക്രീനിൽ, വലിയ സ്ക്രീൻ TV സ്ക്രീനിലൊക്കെ കാണിക്കുന്നുണ്ടാവും. അത് കൂടുതൽ ഈ TV സ്ക്രീനിൽ കാണുന്നവർക്ക് ഒന്നും കൂടി വിപുലീകരിച്ച് കൊടുക്കുകയാണ്, കൂടുതൽ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ കണ്ടോ, ചലഞ്ച് അക്സെപ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 9 ഫീച്ചേഴ്സാണ് ഇത്തരത്തിൽ നമുക്ക് യൂട്യൂബ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വരിക വഴി ഒരുപാട് യൂട്യൂബേഴ്സിന് ഉപകാരം തന്നെയാണ്, നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് ഉപകാരം തന്നെയാണ്. കാരണം ഇത്തരം ഫീച്ചറുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ വീഡിയോ മികവുള്ളതാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂട്യൂബ് പരമായിട്ടുള്ള നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.